ചെൽസി വേഴ്സസ് മാൻ യുണൈറ്റഡ് മാച്ച് 93rd മിനിറ്റിലോട്ട് പോകുന്നു. ചെൽസിക്ക് ഒരു കോർണർ കിട്ടുന്നു. ഓൾഡ് ട്രാഫോർഡും ബാക്കി ടി വിയിലിരുന്ന് കാണുന്ന ഫാൻസ് അടക്കം നോക്കാൻ പോലും ഭയക്കുന്ന ഒരു കോർണർ കിക്ക്, ശ്വാസം അടക്കി പിടിച്ച് മൊത്തം ഓൾഡ് ട്രാഫോർഡ് നിൽക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് കോർണറുകളിൽ നിന്നും സെറ്റ് പീസുകളിൽ നിന്നും കുറേ ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 2-1 ജയിച്ച് നിൽക്കുകയാണ്. അതും ഏർലി ലീഡ് കിട്ടി 2-1 ആയതാണ്. 3 പോയിൻ്റ് എടുക്കേണ്ട കളിയിൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ ബോളകത്ത് പോകാൻ വേണ്ടി. ആരും നോക്കുന്നില്ല. അങ്ങനെ ചെൽസി കോർണർ എടുക്കുന്നു. അവിടെ അവൻ അവതരിക്കുന്നു. അതെ, ബൈന്ദർ അവതരിച്ച് ആദ്യമായി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബൈന്ദർ കോർണർ ഇറങ്ങി വന്ന് പഞ്ച് ചെയ്തൊക്കെ കളയുന്നു. അതോടുകൂടി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി 4 മിനിറ്റോടെ കളിക്കാനാണ്. അപ്പം തന്നെ നമ്മൾ ജയിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ബൈന്ദർ അത് ചെയ്തല്ലോ. ബൈന്ദറിന് പാട്ട് പാടി കൊടുത്തെന്ന് പറഞ്ഞ് ബൈന്ദറിനെ മെയിൻ കീപ്പർ ആക്കണമെന്ന് ഞാൻ പറയില്ല, ചുമ്മാ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. സോ വെൽക്കം ബാക്ക് ഗൈസ്. വീണ്ടും ഒരു ആറിയ കഞ്ഞി ആയിരിക്കുകയാണ് ചെൽസി വേഴ്സസ് മാൻ യുണൈറ്റഡ് മാച്ച്. ഞാൻ 2 ദിവസം കഴിഞ്ഞാണ് റിവ്യൂ ചെയ്യുന്നത്. തിരക്കുകളാണ്, ക്ഷമിക്കണം. കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ 5 മിനിറ്റിൽ എംബൂമോയുടെ സാഞ്ചസിൻ്റെ റെഡ് എന്ന് പറയുന്നത് എല്ലാവരും പറയും ഓക്കെ അവന് നിങ്ങൾക്ക് റെഡ് കിട്ടിയോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാലും ലൈക്ക് അത് നല്ലൊരു ഷെഷ്കോയുടെ നല്ലൊരു ഫ്ലിക്ക്. അത് കഴിഞ്ഞ് അതൊക്കെ കൃത്യം ഗോളിലേക്ക് പോകേണ്ട സാധനം മണ്ടത്തരം കാണിച്ച് സാഞ്ചസ് റെഡ് വാങ്ങിപ്പോയി. അതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല ആ 5 ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര സ്ട്രോങ് ഇൻറ്റൻറ്റ്. അത് തന്നെ ലൈക്ക് ഫോർ പീപ്പിൾ ഹു ടോൾഡ് ദാറ്റ് അമോറിമിനെ സാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്ലേയേഴ്സ് കളിക്കുന്നത് എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരവായിട്ടാണ് തുടങ്ങിയത്. നല്ല ഇൻറ്റൻസിറ്റി തന്നെ തുടങ്ങി. നല്ലപോലെ തന്നെ അവരെ പ്രഷർ ചെയ്തു. അതിന് മുന്നേ സാഞ്ചസിന് പുറത്തിറങ്ങി വന്നൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വന്നതാണ് എൻ്റെ ഓർമ്മ. സോ സാഞ്ചസ് വാസ് ഓൺ പ്രഷർ. അങ്ങനെ അത് ചെയ്തു. മറസ്ക അതിപ്പോൾ റെഡ് ആണില്ല എന്ന് വാദിക്കാൻ ഒരാൾക്കും പറ്റില്ല. മറസ്ക അടക്കം അത് കണ്ട പാടെ ഒന്നും നോക്കില്ല, തിരിഞ്ഞ് നോക്കി നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോട്ടലി ഡോമിനേറ്റ് ചെയ്തു, ടു ബി വെരി ഓണസ്റ്റ്. ഗോൾ വന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടു കാണും. ഡോർഗു ഒന്ന് കൊടുക്കുന്നു. അത് കൃത്യമായ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റോടുകൂടി ഓടി വരുന്നത് ആരാണ്? ബ്രൂണോ ആണ്. അവിടെ ആദ്യം ആക്ട് ചെയ്യുന്ന ബ്രൂണോ ആണ്. അത് നല്ലൊരു ക്വിക്ക് തിങ്കിങ് ആയിരുന്നു. നല്ലപോലെ അത് സ്കോർ ചെയ്തു. ബ്രൂണോയുടെ 100ാമത്തെ ഗോൾ ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷർട്ട്. ഹീസ് വേൾഡ് ക്ലാസ്. അതിനപ്പുറത്തോട്ട് ഞാനൊന്നും പറയില്ല. പിന്നീട് നമ്മുടെ ഹെഡർ മാസ്റ്ററായ അങ്കിൾ കസമീറോ ഒരു ഗോൾ അടിക്കുന്നു. അങ്കിൾ കസമീറോ ആ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലൊക്കെ നമ്മൾ കണ്ടത്തിലൊക്കെ കളിക്കുമ്പോൾ മേലോട്ടൊക്കെ ബോൾ പോയപ്പോഴത്തേക്ക് എല്ലാവരും മറ്റേ ആകാശത്ത് പ്ലെയിൻ പോകുന്ന നോക്കി നിൽക്കുന്ന പോലെ മഗ്വയർ അടക്കം അവരുടെ ഡിഫൻസ് അടക്കം നിന്നപ്പോഴത്തേക്കും അതൊക്കെ ലൂക്ക് ഷോനെ സമ്മതിക്കണം. ലൂക്ക് ഷോ ആണ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നേരെ ഒരു ഹെഡ് ചെയ്തു. അത് നേരെ പോയി കസമീറോ എടുത്ത് വരുന്നു. കസമീറോ ഗോൾ അടിക്കുന്നു. ലൂക്ക് ഷോ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറയുന്ന പോലെ ലൂക്ക് ഷോ മര്യാദയ്ക്ക് കളിച്ചു. എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. കളി കാണാൻ നല്ല സന്തോഷമുണ്ടായിരുന്നു. 45 മിനിറ്റ്സ് നല്ലപോലെ കളിച്ചു. ഈവൻ അതിനപ്പുറത്തോട്ടും കുഴപ്പമില്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസേർവ് ചെയ്ത 3 പോയിൻറ്റ്സാണ്. ഈവൻ ചെൽസി ഫാൻസ് പറയില്ല നമ്മൾ ഡിസേർവ് ചെയ്തിട്ടില്ല. നമ്മൾ ഡിസേർവ് ചെയ്ത 3 പോയിൻറ്റ്സ് തന്നെയാണ്, ടു ബി വെരി ഓണസ്റ്റ്. പിന്നെ ഈ കസമീറോയുടെ സെക്കൻഡ് യെല്ലോ എനിക്ക് സെക്കൻഡ് യെല്ലോ ആയിട്ട് തോന്നിയില്ല. അതൊരു യെല്ലോ ആണ്. ഫസ്റ്റ് യെല്ലോ ആണെങ്കിൽ യെല്ലോ ആണ്. സെക്കൻഡ് യെല്ലോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹാർഷാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കസമീറോയ്ക്ക് ഫസ്റ്റ് യെല്ലോ നേരത്തെ കിട്ടിയപ്പോൾ വിചാരിച്ചു അത്ര എക്സ്പീരിയൻസ് ഇല്ലേ, സെക്കൻഡ് യെല്ലോ ഒന്നും മേടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അങ്കിൾ കസമീറോ ഹാഡ് അതർ പ്ലാൻസ്. നമ്മൾക്ക് ഒരിക്കലും ഒരു കളിയും സമാധാനത്തോടെ കാണാൻ, അതാണ് യുണൈറ്റഡ് ഫാൻസ് ആകുന്നതിൻ്റെ കുറച്ച് പ്രിവിലേജുകളാണ് അതൊക്കെ. നമ്മൾ വെറുതെ ഒരു ചുമ്മാ കപ്പലണ്ടി ഒന്നും കുറച്ചൊരു കളി കാണാൻ പറ്റത്തില്ല നമുക്ക്. അങ്ങനെ നമ്മുടെ ക്ലബ്ബ് അനുവദിക്കത്തില്ല. നമ്മൾ കൃത്യമായി എൻ്റർടൈൻഡ് ആയിട്ട് ഫുൾ ടൈം ശ്വാസം അടക്കി പിടിച്ച് തന്നെ നമ്മൾ കാണണം എന്നുള്ളത് നമ്മുടെ ക്ലബ്ബ് കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ അത് ചെയ്തത് അങ്കിൾ കസമീറോ ആണ്. കസമീറോ പറഞ്ഞ് ഞാനൊരു ഗോൾ അടിച്ചു തന്നിട്ടുണ്ട്, 2 ഗോൾ ലീഡായി, അവർ 10 പേരേ ഉള്ളൂ, നിങ്ങളും 10 പേര് വെച്ച് കളിക്കാമെന്ന് പറഞ്ഞ് കസമീറോയുടെ പണി നോക്കിപ്പോയി. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും ചെൽസി ഭയങ്കര പോസിറ്റീവായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ചെൽസിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാമറിൻ്റെത് വാസ് ഇഞ്ചുറി സബ്സ്റ്റിറ്റ്യൂഷൻ. ആ സമയത്ത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പാമറിൻ്റെ ഇഞ്ചുറി സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പക്ഷേ നെറ്റോനെ വലിച്ചെന്തിനാണെന്ന് മനസ്സിലായില്ല. ഗർണാച്ചോയുടെ മനസ്സിലും ഗർണാച്ചോ ഇന്ന് ഇറങ്ങി 2 ഗോൾ അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ ഇത്രയും ഇതുണ്ടായിട്ടും സെക്കൻഡ് ഹാഫിലൊക്കെ എന്താ പറയുക, നമ്മൾ
കമൻറ്റേറ്റേഴ്സ് അടക്കം പറഞ്ഞു ഓക്കെ അവർക്ക് ഗോൾ വേണം, അപ്പം ഗർണാച്ചോ എന്തായാലും ആക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പയ്യന്മാരെയൊക്കെയാണ് ഇറക്കി വിട്ടത്. ഗർണാച്ചോ ഇറങ്ങിയില്ല. ഇനിയിപ്പം മരസ്ക അവൻ ട്രെയിനിങ്ങിന് ഇറങ്ങിയപ്പോഴത്തേക്കും അവന് കിട്ടിയ എന്താ പറയുക ഫാൻസ് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് കാരണമാണോ ഇറക്കാത്തതെന്ന് അറിയില്ല. എന്തായാലും ചെൽസി നല്ല പോസിറ്റീവായിട്ടാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഏകദേശം ബോട്ടിലിയോ എന്നുള്ള ഒരു തോന്നലുണ്ടായി. ഒരു 10 മിനിറ്റ് കൂടെ മുന്നേ അവർ ഗോൾ അടിച്ചിരുന്നെങ്കിൽ ഗതി മാറിയാണ്, നമ്മൾ കൺസീഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ കൺസീഡ് ചെയ്ത രീതി നോക്കിക്കഴിഞ്ഞാലും അമോറിം ഇടയ്ക്ക് വെച്ചിട്ട് ആരെയോ സബ് ചെയ്ത് എനിക്ക് തോന്നുന്നു റൈറ്റ് ബാക്കിൽ നസറോയിനെ സബ് ചെയ്യും. അതിന് മുന്നേ വേറെ ആരെയാണ് സബ് ചെയ്യാൻ നിന്നത്. അപ്പം ഭയങ്കര ബ്രേവായിട്ട് അമോറിം ഒരു ഡിസിഷൻ എടുക്കും, അമാദിനെ തന്നെ റൈറ്റ് വിങ് ബാക്ക് ഇട്ടേക്കാം എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുക്കും. അത് തോറ്റിരുന്നെങ്കിൽ വലിയൊരു ക്വസ്റ്റ്യനബിൾ ഡിസിഷൻ ആയതിനെ. കാര്യം അമാദായിരുന്നു ബാക്ക് പോസ്റ്റിൽ ഗോൾ കയറിയ സമയത്ത്. അത് വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ എന്താ പറയുക, അവർ ക്രോസസൊക്കെ ഇടുന്ന ഒരു ടീമാണ്, ക്രോസൊക്കെ ഇടും. റീസ് ജെയിംസ് ഈസ് വെരി ഗുഡ് അറ്റ്. അപ്പോഴും നമ്മൾ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ മൊത്തത്തിൽ അത് മോശമാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് അഡ്വാൻറ്റേജും കൂടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. പക്ഷേ അമാദ് പറ്റുന്ന രീതിയിലൊക്കെ നോക്കി. ചെലോവേടൊക്കെ അവൈഡബിൾ ആയിരുന്നു. ബട്ട് ഭാഗ്യത്തിന് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഭാഗ്യത്തിനെന്നല്ല കളിച്ചു. ഇതിപ്പോൾ 3 പോയിന്റ് കിട്ടി ഡ്രോ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം ഫ്യൂം ചെയ്തേനെ, അത്രയ്ക്ക് ദേഷ്യം വന്നേനെ. അതേസമയം ചെൽസിക്ക് ഒരു ഡ്രോ നല്ലൊരു റിസൾട്ടായിരുന്നു. പക്ഷേ ചെൽസിക്ക് ഒട്ടും പറ്റിയൊരു സ്റ്റേഡിയം അല്ല ഓൾഡ് ട്രാഫോർഡ്. നമ്മളെ മോശം സമയത്ത് പോലും അവരിതുവരെ ജയിച്ചിട്ടില്ല. ആകെ അവസാനം റാഫ ബെനിറ്റസ് ഉണ്ടായിരുന്ന സമയത്ത് അലക്സ് ഫെർഗൂസനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അത് ഇതുവരെ ഓൾഡ് ട്രാഫോർഡിൽ ചെൽസി കുറേ കാലമായിട്ട് ജയിച്ചിട്ടില്ല. അത് ഇത്തവണ നടന്നിട്ടില്ല. ആക്ച്വലി നമ്മൾ ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു വിന്നിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കണം. എനിക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ ഫാൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് ആഘോഷിച്ചുകൂടാ? ഒരു ജയം വന്നാൽ ഉടനെ തുടങ്ങും. റെഡ് കിട്ടിയത് കൊണ്ടാണല്ലോ 2 ഗോൾ അടിച്ചത്. എല്ലാത്തിനും ഇതിനാണ് നെഗറ്റിവിറ്റി തേടി പോകുന്നത്. ബേൺലിയോടെ 3-2 ജയിച്ചു. അതിനിപ്പോൾ എന്താ, ജയിച്ചില്ലേ? ജയമൊക്കെ ആഘോഷിക്കാൻ നോക്കുക. സർ അലക്സ് ഫെർഗൂസിൻ്റെ കാലത്ത് നമ്മളെല്ലാവരും അടിച്ച് തൂഫാനാക്കി വിടുന്നൊന്നുമില്ലായിരുന്നു. ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫിക്സ്ചേഴ്സ് ട്രിക്കിയാണ് അന്നും ഇന്നും എന്നും. അപ്പം ഒരു 3 points ഈസ് 3 points. അത് എവിടെ നിന്ന് വരുന്നു എന്നേക്കാളും ലേൺ ടു സെലിബ്രേറ്റ് 3 points. അതിന് പകരം എപ്പോഴും നെഗറ്റിവിറ്റി കൊണ്ട് കിടന്നാൽ നമ്മളിതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിലല്ലേ കാണുന്നത്. ഇതിലൊരു ഹാപ്പിനെസ് അവിടെ നിന്നാണ് വരുന്നത്. ബേൺലിയോട് ലാസ്റ്റ് മിനിറ്റിൽ പെനാൽറ്റി അടിച്ചാണ് ചാമ്പ്യൻസ് ലിവർപൂൾ വരെയൊക്കെ ജയിച്ചത്. അതിനെപ്പറ്റി അവരൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ലല്ലോ. നമുക്ക് മാത്രം എന്തത്ര പ്രശ്നം? അതുകൊണ്ട് ലേൺ ടു എൻജോയ് അവർ വിൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. മീഡിയാസ് പലതും പറയും, അത് കാരണമാണ് ഇത് കാരണം. നമ്മൾ ടീമിനെ ബാക്ക് ചെയ്യുക പറ്റുന്ന രീതിയിൽ. ഞാൻ പറയുന്നത് പ്ലെയേഴ്സ് മനുഷ്യരാണ്, അവർക്ക് കിട്ടുന്ന സ്ലാഷസ് എന്ന് പറയുന്നത് അധികമാണ്. നമ്മൾ അവരുടെ മെൻ്റൽ ഹെൽത്തും കൂടെ നോക്കി വേണം പലതും ചെയ്യാൻ. ഞാൻ പറയുന്നത് ഫാൻസിൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഇതേ കാര്യം തന്നെയാണ്. ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെയല്ല സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അമാദിന് 2 ഓഫ് ഗെയിംസ് ഉണ്ടായി. അമാദ് വലിയ ഇതൊന്നുമില്ല. ആരെങ്കിലും അമാദിന് ട്രെയിനിങ് ടൈമിൽ ആരെങ്കിലും അവനൊന്ന് സിസർ കട്ട് അടിക്കാൻ വേണ്ടി ഒരു ബോൾ ഇട്ട് കൊടുക്കണം. അവൻ കുറേ നേരമായിട്ട് അതിന് വെമ്പി നിൽക്കുക. കഴിഞ്ഞ 2 കളിയായിട്ട് അവൻ മര്യാദയ്ക്ക് നിലത്ത് നിന്നൊന്ന് നോക്കി ഒന്ന് ബാക്കിലോട്ടൊന്ന് മാറി ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബോളുകളൊക്കെ അവൻ സ്പെക്ടാക്കുലറിന് വേണ്ടി പോവുക. എനിക്കറിയില്ല ഗർണാച്ചോടെ പ്രേതം കയറിയാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും അവനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ബോളൊന്നും ഇട്ട് കൊടുക്കണേ ട്രെയിനിങ്ങിന്. അവൻ അടിക്കട്ടത്, എന്നിട്ടൊന്നും മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, അവന് 2 ഗെയിംസ് ഓഫായി, സമ്മതിച്ചു എന്ന് കരുതി അവൻ്റെ ഹാൻഡിലിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചിലതിൻ്റെ താഴെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാദ് സെൽഫിഷാണ്. ഓക്കെ, അവൻ്റെ അടുത്ത് പറയണ്ട. ഐ മീൻ ഇത് നമ്മൾ തന്നെ അവൻ്റെ മണ്ടയിൽ പ്രഷർ ഇടണ്ട. നമുക്ക് നോക്കാം, എന്തിനാ മര്യാദയ്ക്ക് കളിച്ചോണ്ടെന്ന് അവൻ തന്നെയല്ലേ. അപ്പോൾ അവന് ടൈം കൊടുക്കുക, സമയമാകുമ്പോൾ ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആ ഞാൻ പറയുന്നത് വെച്ചാൽ വിന്നൊന്ന് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും അതിലെ നെഗറ്റിവിറ്റി ഒന്നും നോക്കി പോകണ്ട. ഞാനതാണ് അധികമൊന്നും ഇങ്ങോട്ടും മാറി പറയാത്തത്. ആകെ എന്താ പറയുക, ചെൽസി ഫാൻസ് അസ്വസ്ഥരാണ്, അതെനിക്കറിയാം. ചെൽസിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ നോക്കുന്നത്. അവർ വേൾഡ് ചാമ്പ്യൻസാണ്. എത്രയൊക്കെ പറഞ്ഞാലും ക്ലബ് വേൾഡ് ചാമ്പ്യൻസാണ്, കോൺഫറൻസ് ലീഗ് ജയിച്ചവരാണ്. അവർ വിന്നിങ് ടീമാണ്. അവർക്ക് കളി ജയിക്കാൻ അറിയുന്ന ടീമാണ്, കപ്പ് ജയിക്കാൻ അറിയുന്ന ടീമാണ്. അങ്ങനെ ഒരു ടീമിനെ വരെ ജയിച്ചിട്ട് പോലും നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാതെ നിങ്ങൾ വീണ്ടും കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇത്രയും സ്കെപ്റ്റിക്കലായിട്ടും ഇത്രയ്ക്ക് ക്രിട്ടിക്കായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ ഗെയിം, വി വൺ ഇറ്റ്, വി ഗോട്ട് 3 points ആൻഡ് വി ആർ ഗോയിങ് ടു പ്ലേ റിലേറ്റീവ്ലി ഈസി ഫിക്സ്ചേഴ്സ് അടുത്ത 2 കളി.
അത് കഴിഞ്ഞിട്ടാണ് വിൽ ബി ഗോയിങ് ടു ലിവർപൂൾ. അപ്പോൾ അതുവരെ സപ്പോർട്ട്, എൻജോയ് യുവർ വിൻ, വീക്കെൻഡ് റൂയിനായില്ല, നന്നായി നല്ലൊരു വീക്കായിരിക്കും നമുക്ക്. എല്ലാ കൃത്യം പരിപാടികളും എല്ലാം നല്ലപോലെയൊക്കെ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. വേറൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരെ ബൈ.